നാളെ എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയില്ല. സത്യം നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു. എനിക്കതല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. നിന്റെ വാട്സപ്പ് നോക്കൂ, നിന്നെ ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഇഷ്ടമാണ്. എന്താ പണി പോകും. ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫിലിപ്പ് മമ്പാട്, ഇയാളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പോക്സോ കേസ് പ്രകാരം അറസ്റ്റിലായ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. 16 വയസ്സുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ പെൺകുട്ടിയെ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതാണ് പരാതി. ശരിക്കുണ്ടല്ലോ, ആദ്യം ഞാൻ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോസ് ആണ് പുള്ളിക്കാരൻ്റെത്. ഞാൻ FB സ്ഥിരം യൂസ് ചെയ്യുന്ന ആളായത് കൊണ്ട് അധികവും കാണാറുണ്ട്. കുട്ടികളോട് ഹൃദയം കൊണ്ട് സംസാരിക്കണം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇത് ചെയ്തു വെച്ചത്. ഈ നന്മമരം കളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒടുക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇയാള് മെയിനായിട്ട് ചെയ്തു വരുന്ന കാര്യം എന്താണെന്നറിയോ? ഓരോ സ്പീച്ച് നടക്കുമ്പോഴും മറ്റുള്ള മതവചനങ്ങൾ പറയുക, മതഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ പറയുക. അതാകുമ്പോൾ ആളുകളെ പെട്ടെന്ന് തന്നെ കയ്യിലെടുക്കാമല്ലോ. ഇപ്പോ ഒരു ഹിന്ദു മതസ്ഥൻ, ഞാൻ ഒരിക്കലും ജാതി മതം എടുത്തു പറയുന്നതല്ല, എങ്കിൽ കൂടി ഇയാളുടെ കേസ് വന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഒരു ഹിന്ദു മതസ്ഥൻ മുസ്ലിം മതഗ്രന്ഥത്തിലുള്ള വിശുദ്ധ ഖുറാനിലുള്ള മതവചനങ്ങളൊക്കെ പറയുമ്പോൾ ആ മതത്തിലുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കില്ലേ? അത് തന്നെയാണ് ഇയാളും ചെയ്തു വരുന്നത്, ആളുകളെ കയ്യിലെടുക്കുക. പ്രത്യേകിച്ച് ഇയാളൊരു മലപ്പുറംകാരനായതുകൊണ്ട് അവിടെ കൂടുതലുള്ളതും മുസ്ലിം മതസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എവിടുന്നൊക്കെയോ കേട്ടു പഠിച്ച കാര്യങ്ങൾ അങ്ങ് വിളമ്പും. പക്ഷേ ജീവിതം ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനാണ്. പരിശുദ്ധ ഖുറാന്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലൂടെ എല്ലാം പലപ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിന് മുഴുവന് ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സംശീകരിച്ച വായനയുടെ കണ്ണുകൾ വരെ നിറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മുസ്ലിം മതസ്ഥരുടെ ഇഷ്ടം ഇയാൾ വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ മറ്റുള്ള മതം എടുത്ത് സംസാരിക്കുന്നവരെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഇവര് എന്തേലും മറക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. തന്റെ പോലീസ് കുപ്പായം അഴിച്ചു വെച്ചത് സാമൂഹ്യ സേവനം ചെയ്യാൻ വേണ്ടിയാണെന്ന് ഇയാൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരത്തിലുമുള്ള മോണിറ്ററി ബെനിഫിറ്റ്സ് വാങ്ങിക്കാതെയുള്ള പരിപാടിയാണോ? അല്ല. സൊസൈറ്റിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് മണി തന്നെയാണ്. മന്ത്ലി 2.5 ലക്ഷം രൂപ ഇയാൾക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ? മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ട്. പിന്നെ എന്തുകൊണ്ട് ഇയാൾ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ചു? എന്തെങ്കിലും ഒരു നേട്ടം ഇല്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കെ ഒരിക്കലും മറ്റുള്ള വരുമാനങ്ങൾ പറ്റില്ല. പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കെ ഇയാളുടെ സാലറി എന്ന് പറയുന്നത് 85,000 രൂപയാണ്. അപ്പോൾ പിന്നെ ഇതിൽ നിന്നും അങ്ങ് ഒഴിവായാൽ പ്രഭാഷണത്തിൽ നിന്നും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിന്നും 2 ലക്ഷം രൂപയോളം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് 2.5 ലക്ഷത്തോളം കിട്ടുന്നുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ പിന്നെ അത് പോരെ? ഇതാകുമ്പോഴും മേലനങ്ങി പണിയെടുക്കണ്ടല്ലോ, ലാഭമല്ലേ? എന്തിന് എത്രയോ ആളുകൾ ഇയാളെ റോൾ മോഡൽ വരെ ആക്കിയിട്ടുണ്ട് എന്നതാണ്. ഇപ്പോ പുറത്തു വന്നത് 16 വയസ്സുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നു. ഇയാളെ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. 90 ദിവസത്തേക്കാണ് റിമാൻഡിലിട്ടത്. ശരിക്കും ഇവിടെ ആരെയാണ് തെറ്റു പറയേണ്ടത്? മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ, കോഴിക്കോടുള്ള കുട്ടിയെ ഇത്രയും ദൂരം കാസർഗോഡ് കാഞ്ഞങ്ങാടേക്ക് ഒരു അപരിചിതന്റെ കൂടെ വിട്ട ആ അച്ഛനമ്മമാരെ സമ്മതിക്കണം. മേ ബി ആ അച്ഛന്റെയും അമ്മയുടെയും കൺകണ്ട ദൈവം ആയിരിക്കും ഇയാള്. എന്ത് മോട്ടിവേഷണൽ ക്ലാസ് ആണെന്ന് പറഞ്ഞാലും ഒരുമിച്ച് താമസിക്കാൻ വിടുക എന്നൊക്കെ പറഞ്ഞാല് ആ അച്ഛനമ്മമാർക്കും ഇത്തിരി പോലും ബോധമില്ല. ഇനി ഈ പെൺകുട്ടി, ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടി ഇയാളുടെ വീട്ടിൽ താമസിക്കാൻ ഉണ്ടായ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയണ്ടേ? ദുബായിൽ പഠിക്കാൻ പോയ പെൺകുട്ടിക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പഠനത്തിൽ ശ്രദ്ധ പുലർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടി നാട്ടിലേക്ക് വരുന്നു, രക്ഷിതാക്കളോട് കാര്യം പറയുന്നു. രക്ഷിതാക്കൾ വിചാരിക്കുന്നു മോൾക്ക് എന്തായാലും ഒരു കൗൺസിലിംഗ് വേണം. അങ്ങനെ ഫിലിപ്പ് മമ്പാടിനെ കാണുന്നു, കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നു. അങ്ങനെ കൗൺസിലിംഗ് കഴിഞ്ഞ ശേഷം ഫിലിപ്പ് മമ്പാട് അച്ഛനമ്മമാരോട് പറയുന്നു, മകളെ തന്റെ വീട്ടിലാക്കണം, കുറച്ച് ദിവസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിത്തരാമെന്ന്. അയാളുടെ വാക്ക് വിശ്വസിച്ച് അയാൾ പറയുന്നത് കേട്ട് സ്വന്തം മകളെ അയാളുടെ വീട്ടിലേക്കാക്കുന്നു. ആദ്യമൊക്കെ ഇയാൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പെൺകുട്ടിയോട്. ഫ്രണ്ട്സിനൊക്കെ പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, വീട്ടിൽ സ്വന്തമായിട്ടൊരു മുറി കൊടുക്കുന്നു. പിന്നീട് നടക്കുന്ന എല്ലാ മോട്ടിവേഷണൽ ക്ലാസ്സുകളിലും ഈ പെൺകുട്ടിയെയും കൂടെ ഒപ്പം കൊണ്ടുപോകാൻ തുടങ്ങി. ക്ലാസ്സിന് സ്ഥിരമായി കൊണ്ടുപോകുമ്പോൾ ആളുകൾ ചോദിക്കുമല്ലോ ഇത് ആരാണെന്നുള്ളത്. അപ്പോൾ ഇത് തൻ്റെ മകളാണെന്ന് പറയാനും തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഫിലിപ്പ് മമ്പാട് ഈ പെൺകുട്ടിയോട് പറയാണ്, ഞാൻ കാസർഗോഡ് പോകാണ്, ഒരു ക്ലാസ്സിന്റെ ആവശ്യത്തിന് വേണ്ടി
കാസർഗോഡേക്ക് പോവുകയാണ്. നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ എന്റെ കൂടെ വരാം. അങ്ങനെ ഈ പെൺകുട്ടി സമ്മതിക്കുന്നു, കൂടെ പോകുന്നു. ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ഫിലിപ്പ് അവിടെ കാഞ്ഞങ്ങാട് റൂം എടുക്കുന്നു. പിറ്റേന്ന് ക്ലാസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. എന്നിട്ട് പെൺകുട്ടിയോട് പറയുന്നു, റൂം എടുക്കുന്ന കാര്യം നിന്റെ ബന്ധുക്കളോടോ ഫ്രണ്ട്സിനോടോ ആരോടും തന്നെ പറയാൻ പാടില്ല. അങ്ങനെ കാഞ്ഞങ്ങാട് റൂം എടുക്കുന്നു. റിസപ്ഷനിൽ സംശയം വരാതിരിക്കാൻ അവിടെ തന്റെ മുന്നേ ഉണ്ടായിരുന്ന പോലീസ് ID കാണിച്ചു കൊടുക്കുന്നു. ഒപ്പം ഇത് തന്റെ മകളാണെന്ന് പറയുകയും ചെയ്യുന്നു. റൂമിൽ വെച്ച് ഇയാൾ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നു. ഒടുക്കം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയാണ്, ഇത് ആരെങ്കിലും അറിഞ്ഞാൽ കൗൺസിലിംഗ് ടൈമിൽ നീ എന്നോട് പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും പറയുമെന്ന്. ആ ഭീഷണി കൊണ്ട്, ആ പേടി കൊണ്ട് തന്നെ പെൺകുട്ടി ഈ കാര്യം ആരോടും പറഞ്ഞില്ല. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവും പല ദിവസങ്ങളിലും പെൺകുട്ടിയോട് ഇയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ പെൺകുട്ടി ഇതാരോടും പറഞ്ഞില്ല. കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം വീട്ടിലെത്തിയ പെൺകുട്ടി ഇത് തന്റെ വീട്ടുകാരോട് പറയുന്നു. ആദ്യമൊന്നും അവരിത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫിലിപ്പ് അവരുടെ കൺകണ്ട ദൈവമാണല്ലോ. പക്ഷേ ഉണ്ടല്ലോ, ഫിലിപ്പ് മമ്പാടിന് ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, പെൺകുട്ടി ഇത് വീട്ടുകാരോടെങ്ങാനും പറയുമോ എന്നുള്ളത്. അങ്ങനെ ഒരു സംശയം തോന്നി ഇയാൾ ഒരിക്കൽ പെൺകുട്ടിയെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയപ്പോൾ ഇയാൾക്ക് എന്തൊക്കെയോ ചെറിയൊരു സംശയം തോന്നി. അങ്ങനെ ഒരിക്കൽ സ്വന്തം അമ്മയെയും കൂട്ടി ഈ വീട്ടിലേക്ക് തന്നെ വരുന്നു. എന്നിട്ട് വീട്ടുകാരോട് മാപ്പ് പറയുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന്. അപ്പോഴാണ് വീട്ടുകാർക്ക്, അച്ഛനമ്മമാർക്ക് മനസ്സിലാക്കുന്നത് പെൺകുട്ടി ആദ്യം പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ളത്. ഫിലിപ്പ് അച്ഛനമ്മമാരോട് പറഞ്ഞു, ഇതാരോടും പറയരുത്, ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ഇതാരോടും പറയരുത്, പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്ന്. അതുകൊണ്ട് തന്നെ അവരത് മൂടി വെച്ചു, ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഒരിക്കൽ സ്കൂളിൽ കൗൺസിലിംഗ് നടക്കുന്ന ടൈമിൽ ഈ പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയുന്നു. അങ്ങനെയാണ് ഇത് കേസാവുന്നത്. ഇതൊക്കെയും സായി കൃഷ്ണ ഇന്നലെ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടാണ്. ആ പെൺകുട്ടി തന്റെ ഉറ്റ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണിത്. ഇതാണ് പറയുന്നത്, റിയൽ ഈസ് നോട്ട് റിയൽ. പുറമെ കാണുന്നത് കണ്ടിട്ട് ഒരാളെ പോലും വിശ്വസിക്കരുത്. പുറമെ നമ്മൾ കാണുന്നത് എല്ലാവരുടെയും നല്ല മുഖം മാത്രമാണ്. ശരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ഇയാളുടെയൊക്കെ ഉള്ളില് ഇത്രയും വലിയൊരു ക്രൂരൻ ഉണ്ട് എന്ന് മനസ്സിലാവുകയില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട്, ഈ ഫിലിപ്പ് മമ്പാടുമായി ബന്ധപ്പെട്ട് ഒരു വോയിസ് റെക്കോർഡ് ഞാൻ കേൾപ്പിക്കാം. ഇയാളുടെ അയൽവാസിയുടെ വോയിസ് ആണ് കേട്ടോ. നിങ്ങളുടെ കണ്ടു വീഡിയോ. മേൽപ്പറഞ്ഞ ആളെ കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. അയാള് സെക്ഷുവലി അബ്യൂസ് ചെയ്ത 2-3 കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010 ഒരു ഹോമോസെക്ഷൽ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്ക് അറിയാം. 2010-11 കാലത്താണത്. അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി, 2 മക്കളുണ്ട്, നിരന്തരം പീഡിപ്പിച്ചു. അവർ നല്ല റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന, നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവസാനം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തല്ലിപ്പിരിഞ്ഞ് 10 ലക്ഷത്തിൽ പല രൂപയാണ് ഈ പെണ്ണിന് ഇയാൾ തട്ടിയെടുത്ത്. അതിൽ 6 ലക്ഷം രൂപ കൊടുത്തു, ഇനി 4 ലക്ഷം രൂപ കൊടുക്കാൻ അങ്ങനത്തെ ഒരുപാട് വിവരങ്ങളുണ്ട്. അവസാനം ബന്ധുക്കളൊക്കെ മദ്യം പറഞ്ഞ് ഭാര്യ ഇവരറിഞ്ഞ് ഭാര്യ പണിഞ്ഞുപോയി. ഭാര്യ പിന്നെ ഇതിന്റെ പേരിൽ ഡിവോഴ്സ് വരെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുടിശ്ശിക പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ ഈ സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള്, ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാളെ കുറിച്ചുള്ള കഥകള് എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എന്താ പറയാ, കാലത്തിന്റെ കാവേരി എന്നൊക്കെ പറയില്ലേ, കർമ്മ, അതാണ് സംഭവിച്ചത്. ഈ വരും കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇതൊന്നല്ല, ഇയാൾ ചെയ്തത് ഒരുപാടുണ്ട്. ഇത്തരം പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും. അതിപ്പോ ആളുകൾക്ക് അതൊന്നും വിശ്വസിക്കൂല. കാരണം ആളുകളുടെ മനസ്സിൽ ഇയാൾ വലിയൊരു മനക്കോട്ട കെട്ടിയിട്ടുണ്ട്, വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? കല്യാണം കഴിഞ്ഞ് 2 മക്കളുള്ള സ്ത്രീയെ നിരന്തരം പീഡിപ്പിച്ച് കല്യാണ വാഗ്ദാനം വരെ കൊടുത്തു. ഇതിന്റെ പേരിലാണ് സ്വന്തം ഭാര്യ ഇട്ടേച്ച് പോയത്. എന്താ ചെയ്യാ, കുറെ ആളുകൾക്ക് ഇയാളെ പറ്റി നന്നായിട്ട് അറിയാം, പക്ഷെ ആരും പറയുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ പുറത്തു വന്നത്. ഇനി ഞാൻ വേറൊരു വോയിസ് കൂടെ കേൾപ്പിച്ചുതരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇയാൾ ഇത്രയ്ക്കും തരംതാണു പോയോ എന്നുള്ളത്. എന്തായാലും അത് കേട്ട ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. നാളെ എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയില്ല. സത്യം, നീ ഇങ്ങോട്ട് സ്നേഹിക്കണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു. എനിക്കതല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാലോ. നിന്റെ വാട്സപ്പ് നോക്കൂ, നിന്നെ ഇഷ്ടമാണ്, അതെ ഒത്തിരി ഇഷ്ടമാണ്. എന്താ പണി വെക്കണം. എന്നിട്ടാണ് ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയെങ്കിൽ പറയണി, ഞാൻ വരുന്നുണ്ട്. പറഞ്ഞാൽ എന്തായാലും വരും. എന്റെ കുട്ടിയുടെ അടുത്ത്, കുഞ്ഞിന്റെ അടുത്ത്, എന്റെ കുഞ്ഞിനെ കാണാതെ. ഓക്കെ,
എല്ലാ കഷ്ടപ്പാടും തമ്മിൽ മാറ്റം എന്റെ ജീവനാണ് കാത്തിന്റെ ഓർക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. മോട്ടിവേഷൻ ആണത്രേ, സാമൂഹ്യ സേവനാണത്രേ. നന്മമരം ചമയുന്നവരൊക്കെ ഒടുക്കം ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. ഇപ്പോ ഫിലിപ്പ് സാറിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പോലീസ് യൂണിഫോം അഴിച്ചു വെച്ചത് നാട് നന്നാക്കാനാണെന്ന് ഇനി പറയരുത്. എവിടെ പോയി ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ? എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ടതൊക്കെ കണ്ടല്ലോ. ഇയാൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ ഇയാളുടെ കയ്യിലിരിപ്പ്. ഇതിപ്പോ കുറച്ച് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും വരും, ഇതുപോലെയുള്ള പല വോയിസുകളും ഇനിയും വരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. നെക്സ്റ്റ് വാച്ചിങ്.